ശ്രീ ഹരിദാസ്, നമുക്ക് എന്തായാലും ചർച്ച അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇത് പെട്ടെന്നൊന്നും ഇത് ചികിത്സിച്ച് മാറ്റാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്തെങ്കിലും പ്രതീക്ഷ വെച്ച് പുലർത്താമോ? കേരള പോലീസിന് ഇനി പുതിയൊരു മുഖം, അതിനെ ആര് മുൻകൈ എടുക്കും? ഈ സർക്കാർ ഉള്ളിടത്തോളം എന്തായാലും ശുഭപ്രതീക്ഷ എന്നെപ്പോലുള്ളവ വെച്ച് പുലർത്തുന്നില്ല. ഞാൻ ഒട്ടും വെച്ച് പുലർത്തുന്നില്ല. കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താണെന്നറിയോ അനിൽ നമ്പ്യാർ, ശ്രദ്ധിച്ചു നോക്കിയാൽ ധർമ്മടത്ത് ധൈര്യമുണ്ടെങ്കിൽ ഈ മുഖ്യമന്ത്രി രാജിവെച്ചിട്ട് അവിടെ അൻവറും മുഖ്യമന്ത്രിയും കൂട്ടരും മത്സരം നടന്ന അൻവർ ജയിക്കും, ഭയങ്കര ഭൂരിപക്ഷത്തിൽ ജയിക്കും. കാരണം CPM-ന്റെ യുവതലമുറ മുഴുവൻ അൻവറിൻ്റെ കൂടെയാണ് ഇത് വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ. അൻവറിൻ്റെ ക്രെഡിബിലിറ്റി ഒന്നും ഇവിടെ ആർക്കും ഒരു പ്രശ്നമല്ല. ഇവിടെ ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ എന്താ വെച്ചാൽ ഒരു പ്രമുഖ പത്രത്തിൻ്റെ സെൻട്രൽ പേജിൽ, അതായത് ഇതിനേക്കാൾ നമ്മുടെ മോൻസൺ മാവുങ്കൽ എന്ന് പറയുന്ന ഒരു കൊള്ളക്കാരൻ്റെ വീട്ടിൽ വെച്ചുകൊണ്ട് താമസിച്ച ലക്ഷ്മണയെ 6 മാസത്തെ സസ്പെൻഷൻ കഴിഞ്ഞ് തിരിച്ചെടുത്ത ദിവസം തന്നെ ഒരു മരമുറി കേസിലെ പ്രതിയെയും അതുമാതിരി തന്നെ എന്താ പറയേണ്ടത് ഒരു MLA പറയാണ്, എനിക്കെതിരെയുള്ള പരാതി തിരിച്ചെടുത്തു കഴിഞ്ഞാൽ ഞാൻ അങ്ങയുടെ അടിമയായിട്ട് നീള 20 കൊല്ലം നിൽക്കാമെന്ന് പറഞ്ഞ ഒരു പോലീസ് ഓഫീസറെ സസ്പെൻഷൻ ചെയ്തതും ഇന്നാണ് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് പ്രതീക്ഷയാണ്? ഇത്രയേ ഉള്ളൂ അനിൽ നമ്പ്യാർ. ഇതിൽ ഇത്ര മനസ്സിലാക്കണം. സഖാക്കൾക്കും പോലീസിലും വന്നുപെട്ടിട്ടുള്ള ഈ ഞരമ്പ് രോഗം ഉണ്ടല്ലോ, അത് നിസ്സാരമല്ല, അത് അങ്ങേയറ്റം ചികിത്സിക്കപ്പെടേണ്ടതാണ്. പക്ഷെ ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം വളരെ വ്യക്തമാണ്. പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ പാപിയും ശിവനും പാപിയായിടും. അപ്പോൾ മുഖ്യമന്ത്രിയുടെ കൂടെയും ഈ ഭരണത്തിന്റെ കൂടെയും കൂടിയിട്ട് പോലീസ് പാപി ആയതാണോ അതോ ഇവിടുത്തെ സഖാക്കള് നേരെ മറിച്ചായതാണോ എന്നുള്ളൊരു ചോദ്യം മാത്രമാണ് ബാക്കിയാകുന്നത്. യെസ്